അതിലൂടെ അമ്മയായും അമ്മായിയമ്മയായും കാമുകിയായും ഭാര്യയായും ഒക്കെ അഭിനയത്തിന്റെ വിവിധ തലങ്ങൾ അനായാസം കൈകാര്യം ചെയ്തിട്ടുള്ള രേഖ മേഡത്തെ സൂപ്പർ ഹിറ്റാക്കി മാറ്റിയത് രേഖാസ് കിച്ചൺ എന്ന സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കുവാൻ മലയാളികൾ പഠിച്ചതും ഈ ഒരൊറ്റ പ്രോഗ്രാമിന്റെ പിൻബലത്തിലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം രേഖാസ് കിച്ചൺ എന്ന പ്രോഗ്രാമിന്റെ ഓൾ ഇൻ ഓൾ ആയ രേഖ മേഡത്തെ. നമുക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നതിനായി രേഖ മേഡത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാം പ്ലീസ്. പാചകത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതാണ്. എല്ലാവരും പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നതെന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് അന്നത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അത് എത്രത്തോളം ശുദ്ധതയോടെയും കൃത്യതയോടെയും ഉണ്ടാക്കുക എന്നത്. അത് ഉത്തരവാദിത്തമുള്ള ഭാരിച്ച ഒരു ജോലി തന്നെയാണ്. മഹാനായ നടൻ പപ്പുസാർ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, ഒരിഞ്ച് അങ്ങോട്ടോ ഒരിഞ്ച് ഇങ്ങോട്ടോ പാളിപ്പോയാൽ മൊത്തത്തിലൊന്ന് പാളിപ്പോവാവുന്ന ഐറ്റം അത് പാചകം തന്നെയാണ്. ഒരാൾ മനസ്സ് നിറഞ്ഞ് തൃപ്തനാകുന്നതും മനസ്സിൽ തട്ടി മതി എന്ന് പറയുന്നതും നല്ല ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മാത്രമാണ്. ഒരാൾക്ക് 1 കോടി രൂപ കൊടുത്താൽ പോലും മതി എന്നൊരു വാക്ക് അയാളിൽ നിന്നും വരണമെന്നില്ല. എന്നാൽ വയറ് നിറയെ ഭക്ഷണം കൊടുത്തു നോക്കിയാലോ, നമുക്ക് ആ വാക്ക് അയാളിൽ നിന്നും ആത്മാർത്ഥതയുടെ സ്വരത്തിൽ കിട്ടുകയും ചെയ്യും. എനിവേ, നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവർ നല്ലൊരു കുടുംബിനിയായിരിക്കും. ഭർത്താവിനെയും കുട്ടികളെയും നല്ല ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നവൾ നല്ലൊരു വീട്ടമ്മയുമായിരിക്കും. അത്തരമൊരു വീട്ടമ്മയെ കണ്ടെത്തുന്ന ഈ മഹത്തായ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ മനസ്സുകൊണ്ട് ഞാൻ ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. KPT ഗ്രൂപ്പിനും പരിശുദ്ധം കറി മസാല കൂട്ടിനും എന്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒപ്പം നിങ്ങളുണ്ടാക്കുന്ന മനോഹരമായ ഭക്ഷണം കഴിക്കാൻ ഞാനിതാ തയ്യാറായി നിൽക്കുന്നു. എങ്കിൽ പിന്നെ എങ്ങനെയാ തുടങ്ങാം നമുക്ക് ഈ പാചക മാമാങ്കം. താങ്ക് യു മേഡം. എന്നാ പിന്നെ ഇനി ആരും നോക്കണ്ട. വന്ന മത്സരാർത്ഥികളെ വിളിച്ച് ഇനിയും വരാത്തവരെ ക്യാൻസൽ ചെയ്തിട്ട് മത്സരം തുടങ്ങട്ടെ. അതെ അതെ, ഇത്ര നേരമായിട്ടും വരാൻ തയ്യാറാകാത്തവരൊക്കെ ഇനി വീട്ടിലിരുന്ന് പാചകം ചെയ്താൽ മതി.